ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടി വന്നിരിക്കുകയാണ്. ഇതെല്ലാം ചന്ദ്രയുടെ പ്ലാനായിരുന്നു. കാരണം ഒരിക്കലും രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ഒന്നിക്കാനായിട്ട് പാടില്ല. അങ്ങനെ വല്ല ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കെട്ടിൻ്റെ പണി തന്നെ കിട്ടുമെന്ന് നന്നായിട്ട് അറിയാം. കുശുമ്പും മൂത്തിരിക്കുകയാണ്. അവിടെ ആദ്യം ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അത് ശ്രുതിയുടെയും സുധിയുടെയും ആയിരിക്കണം. ഇതാണ് ചന്ദ്രയുടെ തീരുമാനം. അങ്ങനെ ഈ രേവതിയെ കൊണ്ട് സകല ജോലികളും അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ ഇതെന്താ ചന്ത, നിനക്ക് ഇതെന്ത് പറ്റി, നീ എന്തിനാണ് 1 മണിക്കൊക്കെ ഇവരെ വിളിച്ച് പറയുന്നത് രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്? നിനക്കെന്താ പകല് വിളിച്ചൂടെ? അത് പിന്നെ എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വിളിച്ചു, അത്രേ മാത്രമേ ഉള്ളൂ. അല്ല, നീ തന്നെയല്ലേ അന്ന് പറഞ്ഞത് രേവതിയെ കൂട്ടിക്കൊണ്ടു പോകണ്ട, ചടങ്ങെല്ലാം അങ്ങനെ നടക്കും, പക്ഷേ ചടങ്ങിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ നീ അപ്പം പറഞ്ഞില്ലേ? അത് ഞാൻ അന്നേരം എനിക്കൊരു ബുദ്ധിയില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. അയ്യോ, രേവതിയെ അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വിളിക്കുമ്പോൾ അമ്മ ചീത്ത പറയില്ലേ? അതുകൊണ്ട് രേവതിയെ കൊണ്ടുപോയിക്കോട്ടെ, അതിന് തടസ്സം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചടങ്ങായിട്ട് തന്നെ നടക്കട്ടേന്നേ. അങ്ങനെ ചന്ദ്ര ഒരേ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ്. ഇതെല്ലാം ഈ തള്ളയുടെ ശരിക്കും അടവാണെന്ന് രേവതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. രേവതി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം, ഇത് തന്നെയാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ടാണല്ലോ ഒരാഴ്ചത്തേക്കുള്ള ഇഡ്ഡലി മാവ് വരെ അരച്ച് വെപ്പിച്ചിട്ട് നമ്മുടെ രേവതിയെ പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോഴാണ് ശ്രുതിയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പൊയ്ക്ക് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ കണ്ണു വെച്ചൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ശ്രുതി ഇങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മ, മോള് വീട്ടിൽ പോകുന്നില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോയി. ചന്ദ്രയെ അതിനപ്പുറം ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനൊരു ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രുതിയോട് അകത്തേക്ക് പോ എന്ന് ഈ തള്ള പറഞ്ഞത്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാണ് ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നത്? ഞാൻ എന്തിനിപ്പോൾ വീട്ടിൽ പോകുന്നത്? എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞല്ലേ, അപ്പോൾ ആടിമാസം ആണല്ലോ. അപ്പോൾ ആടിമാസം ആയ സ്ഥിതിക്ക് അമ്മ വീട്ടിലല്ലേ പുതിയ പെണ്ണ് നിൽക്കേണ്ടത്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളു. എന്താ മോള് വീട്ടിൽ പോകുന്നില്ലേ? അപ്പം ശ്രുതിക്ക് മറുപടിയൊന്നും പറയാനായിട്ടുണ്ടായില്ല. അതിനിടയിൽ കയറി ചന്ദ്ര സംസാരിക്കുകയാണ്. അല്ല, നിങ്ങളിപ്പോൾ എന്തിനാണ് ശ്രുതിയുടെ കാര്യം തിരക്കുന്നത്? അവൾ പോകും പോകാതിരിക്കും, അതൊക്കെ പിന്നീട് നോക്കിക്കോളാം. നിങ്ങളിപ്പോൾ രേവതിയെ കൊണ്ടുപോകാനായിട്ടല്ലേ വന്നത്? നിങ്ങൾ രേവതിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ശ്രുതിയുടെ കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം സ്നേഹം കൊണ്ടാണ് ഇവരിങ്ങനെ ചോദിച്ചത്. അപ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലായി. കാരണം ചന്ദ്രയ്ക്ക് കൂടുതൽ ഇഷ്ടം ശ്രുതിയോടാണല്ലോ. ശ്രുതിയെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം, തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ രവി ചോദിക്കുകയാണ്, അല്ലെങ്കിലും അത് ചോദിച്ചത് ശരിയല്ല ചന്ദ്രേ, ശ്രുതിയും ഇവിടെ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ ശ്രുതിയുടെ വീട്ടിൽ പോകണ്ടേ? അത് പിന്നെ ശ്രുതി പൊയ്ക്കോളും, ശ്രുതിയുടെ അമ്മ വരട്ടെ, അമ്മ ചോദിച്ചു വന്നില്ലല്ലോ, ആ സമയത്ത് ശ്രുതി പൊയ്ക്കോളും എന്നൊക്കെ ഇങ്ങനെ ഒരേ ഒഴിവുകഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഒരു മുഹൂർത്തം തെറ്റുന്നതിന് മുന്നേ പോകാനായിട്ട് നോക്ക്, അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ സച്ചി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നത്? അമ്മയോ? ആഹാ, എന്താമ്മേ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം? നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി? അപ്പോൾ സച്ചിയുടെ ആ സ്നേഹമായ ഒരു പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ അന്തിച്ച് നിൽക്കുകയാണ്. കാരണം സച്ചി ശരിക്കും അങ്ങോട്ട് മാറിപ്പോയല്ലോ. നമ്മുടെ രേവതി സച്ചിയെ മാറ്റിയെടുത്തു, അത് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ രേവതിക്കും ആ സച്ചിയുടെ ആ ഇടപെടലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷം തോന്നി. അമ്മയ്ക്കും അനിയത്തിക്കും ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അത് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ രവി പറയുകയാണ്, മോനെ സച്ചി, ഇവരിവിടെ വന്നതേ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. അപ്പോൾ ഇത് കേട്ടാൽ സച്ചി ആകെ ഞെട്ടിപ്പോവുകയാണ്. രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനോ? എന്തിനിപ്പോൾ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അവൾക്ക് എന്താ ഇവിടെ കുറവ്? അതൊന്നും അല്ല മോനെ, ആടിമാസമല്ലേ, ആ സമയത്ത് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണുങ്ങളെ അമ്മ വീട്ടിലാണ് നിൽക്കേണ്ടത്. അങ്ങനെ ഒരു ചടങ്ങുണ്ടേ, ആ ചടങ്ങിന് വേണ്ടിയാണ് രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇവർ വന്നത്. ചടങ്ങോ? എന്ത് ചടങ്ങ്? അതിൻ്റെ ചടങ്ങിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ ചടങ്ങുകളൊക്കെ പണ്ട് കാലത്ത് നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ സച്ചിയുടെ ആ ഒരു വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും അനിയത്തിക്കും മനസ്സിലായി രേവതിയോട് എത്രമാത്രം സച്ചിക്ക് സ്നേഹം ഉണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ മനസ്സിലും ഒരുപാട് സന്തോഷം തോന്നി. തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് സച്ചിക്ക് തീരെ താല്പര്യമില്ലാന്ന്. അപ്പോൾ എടുത്ത വായിക്കും ചന്ദ്രയോട് പറയാണ്, സച്ചി, നിനക്കൊരു കുന്തം അറിയില്ലല്ലോ, അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതേ ഒരു ചടങ്ങാണ്, ആ ചടങ്ങിനെ വീട്ടിൽ പോയില്ലെങ്കിലേ നാട്ടുകാരങ്ങനെ പലതും പറയും.
അതുകൊണ്ട് രേവതി പോകും. രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ വാചകം കൊടുത്ത് സമയം കളയാതെ പെട്ടെന്ന് ഇവളെയും കൊണ്ട് പോകാനായിട്ട് നോക്ക്. രാഹുകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ പോവണ്ടേ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സങ്കടം. ദൈവമേ, രേവതി പോവുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ രേവതിക്കും ആകെ സങ്കടം തോന്നുകയാണ്. അങ്ങനെ രേവതിയോട് അമ്മ പറയണം, മോളെ എന്നാൽ മോള് പോയി ഡ്രസ്സ് മാറ്, ഡ്രസ്സെല്ലാം ബേക്ക് ചെയ്യുക, ഞാൻ അമ്മ ഇവിടെ കാത്തിരിക്കാം, മോള് പോയി ഡ്രസ്സെല്ലാം മാറുന്നൊക്കെ പറയുകയാണ്. ശരിയാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി റൂമിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രേവതിക്ക് മനസ്സോടു കൂടി തന്നെ ബാഗിലേക്ക് ഡ്രസ്സുകളെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോഴും സച്ചി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും സച്ചിയുള്ള ആ നിമിഷങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ആലോചിക്കുന്നത്. പക്ഷേ സച്ചിക്കും സങ്കടമുണ്ട്. സച്ചിയാണെങ്കിൽ രേവതി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, രേവതിയോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ഈ റൂമിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിയായിട്ടൊക്കെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയണം, നീ പോവാണല്ലേ രേവതി എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ പോവാണ്. ഇനി നമ്മൾ കാണാനായിട്ട് 1 മാസം എടുക്കുമല്ലേ? ഈ 1 മാസം എന്നെ കാണാതിരുന്നു കഴിഞ്ഞാൽ സച്ചിയേട്ടന് സങ്കടം ഉണ്ടാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ, അല്ല രേവതി, നിനക്കെന്ത് തോന്നുന്നു? നിനക്കങ്ങനെ ഉണ്ടാവോ? പിന്നല്ലാതെ എനിക്ക് ഇവിടെ തന്നെ നിങ്ങളോടൊത്ത് ജീവിക്കാനാണ് ഇഷ്ടം, അല്ലാതെ വേറെങ്ങും പോകണമെന്ന് താല്പര്യമൊന്നുമില്ല. അതും ഇത്രയും നാൾ നിങ്ങളെ കാണാതിരുന്നു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ സച്ചിയും പറയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് രേവതി, പക്ഷേ പോകാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. നിന്റെ അമ്മ നിന്നെ കൊണ്ടുപോകാനായിട്ട് വന്നതല്ലേ, അപ്പോൾ അമ്മയോട് നോ എന്ന് പറയാനായിട്ട് പറ്റുമോ എന്നും സച്ചിയും സംസാരിക്കുകയാണ്. അതെ, ഏതായാലും എനിക്ക് പോയല്ലേ മതിയാവുള്ളൂ, നമുക്ക് ഇനിയും കാണാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതിനെന്തിനാ രേവതി നീ പേടിക്കുന്നത്? ഏതായാലും നിന്റെ വീടെന്താ എനിക്ക് അറിയാൻ പാടില്ലാത്തൊന്നുമല്ലല്ലോ. ആ വീട്ടിലേക്ക് എനിക്ക് കാണാൻ വരാനായിട്ട് പാടില്ലേ? ഞാൻ ആ വീട്ടിലേക്ക് കാണാൻ വരിക തന്നെ ചെയ്യും. അത് ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നും നമ്മുടെ സച്ചി പറയുകയാണ്. അപ്പോൾ സച്ചിയുടെ ആ സ്നേഹസമ്പന്നമായ ആ ഒരു വർത്തമാനമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി അതിൽ ശരിക്കും അങ്ങോട്ട് വീണ്ടുപോവുകയാണ്. അങ്ങനെ രേവതി ബാഗ് എടുത്തിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. രേവതിയുടെ പിന്നാലെ സച്ചിയും ചെല്ലുകയാണ്. അപ്പോൾ സച്ചിയുടെ ആ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഇവനെ ശരിക്കും രേവതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ രേവതിയുടെ പിന്നാലെ ഈ സച്ചി നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. നീ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കുന്നത്? അമ്മ ഒന്നും മിണ്ടാതിരിക്കും, നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, എന്താ എനിക്ക് എൻ്റെ ഭാര്യയുടെ പിന്നാലെ നടക്കാനായിട്ട് പാടില്ലേ? അങ്ങനെ നല്ല പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ സച്ചി അവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ രേവതി ആ വീടിൻ്റെ പടി ഇറങ്ങുന്ന ആ സമയത്ത് പോലും രേവതി തിരിഞ്ഞു നോക്കുകയാണ് സച്ചിയെ. അപ്പോൾ സച്ചിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. രേവതിക്ക് അത് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ രേവതി ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ സച്ചിയേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, പോയിട്ട് വാ. അപ്പോൾ രേവതി ആ ഓട്ടോറിക്ഷയിൽ കയറി തന്നെ പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അവിടെ കുത്തിയിരുന്ന് ഭയങ്കരയേറെ കരച്ചിൽ. നമ്മുടെ രേവതിയെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ, കാരണം രേവതിയുടെ അത്ര അടുത്ത് പോയി, അത്ര സ്നേഹിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ രേവതിയെ ഒരു നിമിഷം പോലും ഇനി സച്ചിക്ക് കാണാതിരിക്കാനായിട്ട് പറ്റില്ല. ഇനി കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.